കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1-ൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം. BJP കൗൺസിലർമാർ CDS ഓഫീസ് ഉപരോധിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1-ൽ ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സൂചനയുണ്ടെന്ന് ആരോപിച്ച് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ CDS നമ്പർ 1 ഓഫീസ് ഉപരോധിച്ചു. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ, NULM ലോൺ, CF ലോൺ തുടങ്ങി വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. കൂടാതെ കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭ കുടുംബശ്രീയുടെ തനതു ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടത്തിയെന്നും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങളാണ് ഇത്തരം രേഖകളൊക്കെ ഞങ്ങൾക്ക് പുറത്തിട്ടാനുള്ള കാരണം. ഈ CPM-നെ CPI ആളുകളുള്ളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരം രേഖകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രേഖ കിട്ടാനുള്ള കാരണം പൈസ പങ്കിടുന്നതിലുള്ള തർക്കങ്ങളാണ് ഞങ്ങൾക്ക് ഈ രേഖകൾ കിട്ടാനുള്ള കാരണം. അപ്പോൾ വലിയൊരു അഴിമതിയാണ് അതിൻ്റെ പിന്നിൽ. വലിയ സാമ്പത്തികം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അതായത് കുടുംബശ്രീയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ ലോണുകളൊക്കെ ബാങ്കിൽ അടച്ചിട്ടുള്ള സംവിധാനം. ഇവരെടുത്തിട്ടുള്ള ലോണുകൾ പഴയ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെ കുടുംബശ്രീയുടെ അംഗങ്ങൾ എടുത്തിട്ടുള്ള ലോണുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് കുടുംബശ്രീയുടെ തനത് ഫണ്ട് എടുത്തുകൊണ്ട് അടച്ച് ഈ തരം അഴിമതികൾ നടത്തിയിട്ടുള്ള വലിയ അഴിമതിയാണ്. ഇത് സാധാരണ ഒരു അന്വേഷണം നടത്തിയാൽ പോരാ. ഇത് വിജിലൻസ് അന്വേഷണം കൃത്യമായിട്ട് വിജിലൻസ് അന്വേഷണം നടത്തിങ്ങാണ്ട് സാധാരണ ജനങ്ങളെ പാവപ്പെട്ട അമ്മമാരെ സ്ത്രീകളുടെ പൈസയാണിത്. അല്ലെങ്കിൽ സർക്കാർ പാവപ്പെട്ട സ്ത്രീകൾക്കും അമ്മമാർക്കും സബ്സിഡിയോട് കൊടുക്കുന്ന സംരംഭകത്വം തുടങ്ങാനായിട്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കൊടുക്കുന്ന ലോണുകൾ. ഇതിൻ്റെ അകത്താണ് വലിയ അഴിമതി. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിനെല്ലാം കാട്ടണം. അത്രയും വൃത്തികെട്ട നടപടിയാണ് ഇതിനോട് ബന്ധപ്പെട്ടുള്ള CPM-ന്റെ CPI നേതൃത്വത്തിലുള്ള വരുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ പിന്നിൽ ഇവർ മാത്രമല്ല, കാരണം ലക്ഷക്കണക്കിന് രൂപ, അരക്കോടി രൂപ താഴെയാണ് അഴിമതി നടക്കുന്നത്. സാധാരണ ഒരു കുടുംബശ്രീയുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് വലിയ നേതാക്കന്മാർ കരുവന്നൂർ കൊള്ളമാതിരി, ബാങ്ക് കൊള്ളമാതിരി വലിയ കൊള്ള ഇതിൻ്റെ പിന്നിൽ നടന്നുണ്ട്. അത് കൃത്യമായിട്ട് വിജിലൻസ് അന്വേഷിച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറാവണം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ ഞങ്ങൾ കൗൺസിലിൽ എത്രയും പെട്ടെന്ന് കൗൺസിൽ വിളിക്കാൻ ചെയർപേഴ്സണോട് പറയുന്നുണ്ട്. ഈ കുടുംബശ്രീയുടെ അഴിമതി മുഴുവൻ ഇവിടെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള 18 ജനപ്രതിനിധികൾ BJP-യുണ്ട്. അവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്തം ചെയർപേഴ്സണുണ്ട്. അതിൽ കൗൺസിൽ വിളിച്ച് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, കുടുംബശ്രീയിൽ ഞങ്ങളിവിടെ സമരം ചെയ്യണം. ഒരു കുടുംബശ്രീ അംഗങ്ങളെയും ഞങ്ങളകത്തേക്ക് കയറ്റി വിടാണ്ടിരിക്കാനുള്ള സമരമാണ്. പക്ഷേ കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥന്മാരടക്കം ഇന്ന് കുടുംബശ്രീയുടെ ഈ പ്രവർത്തനത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ മാറി പേടിച്ച് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇവർ അഴിമതി നടത്തിയുള്ള തെളിവാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീയിൽ അവർ വരണ്ടേ, അവർ ജീവനക്കാർ വരണം. അതിനോട് ബന്ധപ്പെട്ടുള്ള ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള 5 അംഗ ഭരണസമിതി എന്ന് വരേണ്ടതാണ്. ഇവരാരും വരുന്നില്ല. അപ്പം എന്താ സംഭവം? ഇവർക്കറിയാം ഇവർ വ്യക്തമായിട്ട് അഴിമതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിന്ന് ഇവിടെ വരാത്തത്. ഇന്ന് വന്നാൽ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുടുംബശ്രീയിലേക്ക് ഇവരെ ഓഫീസിലേക്ക് കയറ്റി വിടാണ്ട് അതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ ആരംഭിച്ച ഉപരോധ സമരം BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. രശ്മി ബാബു, പ്രജീഷ് ചള്ളിയിൽ, T അംജിത്ത്, രേഖ സെൽ പ്രകാശ്, ധന്യ ഷൈൻ, രഞ്ജിത രാജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.